20,000-ഓളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സെയിന്റ് സൈമൺ ദ ടാനർ കോപ്റ്റിക് ദേവാലയം ശ്രദ്ധ നേടുന്നു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ദേവാലയം കൂടിയായ പ്രസ്തുത ദേവാലയം ഒരു ഗുഹയുമായി ബന്ധിപ്പിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ദേവാലയം എന്ന പദവി സ്വന്തമാക്കിയിരിക്കുകയാണ് ഈജിപ്തിൽ പണി കഴിപ്പിക്കപ്പെട്ട സെയിന്റ് സൈമൺ ദ ടാനർ എന്ന കോപ്റ്റിക് ദേവാലയം. രാജ്യതലസ്ഥാനമായ കെയ്റോയിൽ പണി കഴിപ്പിച്ച ദേവാലയത്തിൽ 20,000-ഓളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് ശ്രദ്ധേയമായ വസ്തുത. 10-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ജീവിച്ച വിശുദ്ധ ശിമയോന്റെ പേരാണ് ദേവാലയത്തിന് നൽകിയിരിക്കുന്നത്. സബലീൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം വരുന്ന മാലിന്യം ശേഖരിച്ച് ഉപജീവനമാർഗം നടത്തുന്ന ആളുകളാണ് ദേവാലയം നിർമ്മിച്ചത്. മാലിന്യം ശേഖരിക്കുന്നവരിൽ ഭൂരിപക്ഷവും കോപ്റ്റിക് വിശ്വാസികളായിരുന്നു. 1975-ൽ അവർ തകരവും ഈറ്റയും ഉപയോഗിച്ച് ഒരു ദേവാലയം നിർമ്മിച്ചെങ്കിലും അത് അഗ്നിയിൽ നശിച്ചുപോയി. അതിൽ മനസ്സ് മടുക്കാതെയാണ് സെയിന്റ് സൈമൺ ദ ടാനർ ദേവാലയ നിർമ്മാണത്തിലേക്ക് അവർ കടന്നത്. ഒരു ഗുഹയുമായി ബന്ധിപ്പിച്ചാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. തന്റെ ജീവിത കാലയളവിൽ ചെരുപ്പ് നിർമ്മാണം അടക്കം നടത്തിയാണ് വിശുദ്ധ ശിമയോൻ ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നത്. ജോലിക്ക് പോകുന്നതിന് മുൻപ് രോഗികളെയും പ്രായമായവരെയും അദ്ദേഹം ശുശ്രൂഷിക്കുമായിരുന്നു. അതിനാലാണ് മിക്ക ചിത്രങ്ങളിലും ഒരു സഞ്ചിയോ കൂജയോ പിടിച്ചിരിക്കുന്നതായി വിശുദ്ധനെ ചിത്രീകരിച്ചിരിക്കുന്നത്. പുതിയ ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ ശിമയോന്റെ തിരുശേഷിപ്പുകളും സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.